ഹലോ എവരി വൺ. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, പായസത്തിനുള്ള തേങ്ങയൊക്കെ ഞാൻ പൊട്ടിച്ച് ചിരകിക്കൊണ്ടിരിക്കുകയാണ്. മാമിയാണെങ്കിൽ ശർക്കര, നമ്മുടെ പായസത്തിലിടാനുള്ള പൊങ്കാലയ്ക്കിടാനുള്ള ശർക്കരയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ നേരെ ചാല മാർക്കറ്റിൻ്റെ അടുത്ത് പോയി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൊങ്കാലടുപ്പിൽ വെക്കാനുള്ള മറ്റേ കലത്തിൽ കെട്ടുന്ന പൂവില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി കണ്ടുപിടിച്ചൊരു പൂവൊക്കെ വാങ്ങിച്ച് നേരെ വന്നിട്ട് ഞങ്ങൾ പൊങ്കാല എന്താ പറയുക, നമ്മുടെ അടുപ്പൊക്കെ ശരിയാക്കി കലത്തിലൊക്കെ പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ കറക്റ്റായിട്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ പൂവൊന്നും വെച്ചില്ല, അപ്പോൾ ഇക്കൊല്ലം ഒന്ന് പൂവൊക്കെ കെട്ടിയിടാമെന്നുള്ള രീതിയിലാണ്. എന്നിട്ട് പിന്നാണ് അമ്മയും മാമിയൊക്കെ കലത്തിൽ എന്താ പറയുക, ഇത് ചന്ദനമൊക്കെ തേച്ച് ഒരുപാട് കാര്യം അവിടെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊങ്കാലയ്ക്കുള്ള ഐറ്റംസുകളൊക്കെ. പിന്നെ ഞങ്ങൾ അന്ന് താമസിച്ച വീടാണ്, ഇവരാണ് ഈ താത്തായുടെ വീട്ടിലാണ് താമസിച്ചത്. ഇതൊക്കെ കുറേ നാളായിട്ട് വീട് ഞങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ആണെങ്കിൽ അന്ന് പരിചയപ്പെട്ടത് കളിക്കവള എന്നുള്ള ഒരു ചേച്ചിയാണ് തേരലയൊക്കെ ഉണ്ടാക്കി. പിന്നെ എൻ്റെ മോൻ അബി പാവം ചൂടെടുത്തിട്ടിങ്ങനെ എന്താ പറയുക. പിന്നെ ഞാൻ നേരെ എന്താ പറയുക, നമ്മുടെ ഗണപതി പടിക്കയൊക്കെ എല്ലാം വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ എന്തേ കൃഷ്ണപ്പരുന്ന് മൊത്തം അവിടെ കിടന്ന് പറന്നുകൊണ്ടിരിക്കുക. എന്താ ദിശയൊന്നും അറിയില്ല. പിന്നെ ഗണപതി പടിക്കകത്ത് നമ്മളെന്താ പറയുക, വിളക്കെല്ലാം കത്തിച്ച് പൊങ്കാല അടുപ്പിലോട്ടുള്ള വെള്ളമെല്ലാം പകർന്ന് ജസ്റ്റ് തീയൊക്കെ കൊടുത്തിട്ട് പൊങ്കാല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം തിളച്ച് പൊങ്ങി കേട്ടോ. നേരെ എനിക്ക് പടിഞ്ഞാറോട്ടാണ് വീണ പൊങ്കാല തിളച്ച് തൂക്കിയത് പടിഞ്ഞാറോട്ട്. പിന്നെ പായസമൊക്കെ റെഡിയായി, പഴമൊക്കെ ഇട്ട് പായസം എല്ലാം റെഡിയാക്കി പിന്നീടുള്ള കാത്തിരിപ്പാണ് മറ്റേ ഇത് ശാന്തി വരാൻ വേണ്ടിയുള്ള. അങ്ങനെ ശാന്തി വന്ന് നിവേദ്യമൊക്കെ തളിച്ച് നമ്മൾ അടപ്പുകല്ലിന് പായസം കൊടുക്കണമല്ലോ, അങ്ങനെ അടപ്പുകല്ലിനൊക്കെ പായസം വെച്ചിട്ട്